പക്ഷെ കേരളത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ മാലിന്യ സംസ്കരണമാണ്. ഒക്ടോബർ 2 ആരംഭിച്ചിട്ട് 2025 മാർച്ചിൽ അവസാനിക്കും. പിന്നെ കംപ്ലീറ്റ് ശുചിത്വ നഗരം. തിരുവനന്തപുരം നഗരത്തിൽ മഴ പെയ്താൽ 10 മിനിറ്റിനുള്ളിൽ വെള്ളം കടലിൽ പോകാനുള്ള സംവിധാനമാണ് വേണ്ടത്. ഈ ഓപ്പറേഷൻ അനന്തയിൽ നോക്കുമ്പോൾ മുഴുവൻ സ്ഥലവും കൈയേറിയിട്ട് കെട്ടിടം വെച്ചിരിക്കുക. വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയിട്ടാണ് നിർമ്മാണം മുഴുവൻ. അല്ലെ, സർക്കാർ സംവിധാനത്തിന്റെ പിഴവാണ് അതിന്റെ സൂചന. എല്ലാത്തിനും കൈക്കൂലി എന്നുള്ള ഒരു ലൈനിലേക്കാണ് നമ്മൾ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് വരെ മാത്രമേ ഉള്ളൂ രാഷ്ട്രീയം. അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി നമ്മുടെ പൊതു സ്വത്താണ്. ഈ ഓപ്പറേഷൻ അനന്ത എന്ന് പറയുന്ന സമ്പ്രദായം വീണ്ടും കൊണ്ടുവരണം. ജിജി തോംസണെയും അല്ലെങ്കിൽ ആ ടൈപ്പുള്ള ആൾക്കാരെ കൊണ്ടുവന്നത് വീണ്ടും നടപ്പാക്കി ഈ കയ്യേറ്റം മുഴുവൻ ഒഴിപ്പിക്കണം. നഗരം വെടിപ്പാക്കണം. നമസ്കാരം. ഇന്റർവ്യൂവിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥി അയച്ചിരുന്നത് ശ്രീ GK സുരേഷ് ബാബു. വെൽക്കം സർ. നമസ്തേ. GK, കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഇതേ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സംസാരിച്ചൊരു കാര്യം, ഈ മാലിന്യ സംസ്കരണം ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ തലസ്ഥാനത്ത് ഇത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടേ പറ്റൂ എന്നുള്ളൊരു സംഗതി നമ്മൾ ചർച്ച ചെയ്തായിരുന്നു, ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അന്ന് GK തന്നെ പറഞ്ഞു ഒരു സർവകക്ഷി യോഗം വിളിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത പറഞ്ഞിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അത് വിളിച്ചിരിക്കുന്നു. എന്തെങ്കിലും നടക്കുമെന്ന് പ്രതീക്ഷിക്കാനാവുമോ? സർവകക്ഷി യോഗം വിളിച്ചു, നല്ലതാണ്. നമ്മൾ അന്ന് ചർച്ചയിൽ പ്രധാനമായിട്ട് പറഞ്ഞത് കേരളത്തിൻ്റെ പൊതുകാര്യങ്ങളിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ഒരുമിച്ച് നിർത്തി പോകണം എന്നുള്ളൊരു സജഷനാണ് നമ്മളന്ന് പറഞ്ഞത്. അതുകൊണ്ടൊന്നും ആവണമെന്നില്ല. എന്തായാലും സർവകക്ഷി യോഗം വിളിച്ചു, നല്ല കാര്യം. പക്ഷേ ഒക്ടോബർ 2 ശുചീകരണം ആരംഭിക്കുന്നത്. ഇനി 2 മാസമുണ്ട്. അതെന്താ ഇത്രയും വൈകിയൊരു? അതിന്റെ കാരണം മനസ്സിലാവുന്നില്ല. നമ്മുടെ സർക്കാരിന്റെ യന്ത്രം അല്ലെ സർക്കാർ സംവിധാനത്തിന്റെ പിഴവാണ് അതിന്റെ സൂചന. അല്ലെങ്കിൽ സർക്കാർ സംവിധാനം ശക്തമാണെങ്കിൽ സർവകക്ഷി യോഗം വിളിച്ചാൽ ഒരാഴ്ചക്കോ ഇത് മിഷണറി ഇതാവണ്ടേ? ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള റിലീസ് വായിച്ചായിരുന്നു. അതായത് ഒക്ടോബർ 2 ആരംഭിച്ചിട്ട് 2025 മാർച്ചിൽ അവസാനിക്കും. പിന്നെ കംപ്ലീറ്റ് ശുചിത്വ നഗരം. അതാണ് കോൺസെപ്റ്റ്. എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. അല്ലെ, ഇതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ വ്യക്തമായ പ്ലാൻ ഇല്ല. അപ്പൊ കഴിഞ്ഞ ദിവസം പഴയ ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ ഒരു വീഡിയോ, അദ്ദേഹം ഇറക്കിയ വീഡിയോ കണ്ടു. അപ്പൊ അദ്ദേഹം ഈ ഓപ്പറേഷൻ അനന്ത എങ്ങനെയാണ് നടപ്പാക്കാൻ ശ്രമിച്ചതെന്നും അന്ന് ഉമ്മൻചാണ്ടി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്, അതിന്റെ ദൃശ്യവൽക്കരണം എങ്ങനെയായിരുന്നു, തുടങ്ങിയ സംഭവങ്ങൾ മുഴുവൻ പറയുന്നുണ്ട്. അപ്പൊ അത്രയും ഇച്ഛാശക്തിയോടെ സർക്കാർ സംവിധാനം പൂർണ്ണമായിട്ട് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് തിരുവനന്തപുരം നഗരം, തിരുവനന്തപുരം ആയാലും കോഴിക്കോടായാലും ഏത് നഗരമായാലും. പക്ഷെ കേരളത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ മാലിന്യ സംസ്കരണമാണ്. ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് വിളപ്പിൽശാല മാലിന്യ പ്ലാന്റിനെതിരെ അന്ന് വലിയ സമരം ഉണ്ടായി. അന്ന് അദ്ദേഹം അത് പൂട്ടാൻ തീരുമാനിച്ചു. അതൊരു ബോൾഡായ ഒരു ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അന്ന് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഫലപ്രദമായ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പുതിയൊരു ആധുനിക സംവിധാനം അത് സെറ്റ് ചെയ്യും. എന്നിട്ട് ജനങ്ങളെ അത് കാണിച്ച് ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം അത് സംസ്ഥാനത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ 2ാമത്തെ മന്ത്രിസഭയാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അതെന്താ അങ്ങനെ? അല്ല, ഇത് നമ്മുടെ ഇവിടെയാണ് പ്രശ്നം. ഇതിൻ്റെ ഭരണം മാറും. ഇപ്പോൾ ഓപ്പറേഷൻ അനന്തയുടെ കാര്യത്തിൽ പോലും ഈ അന്നത്തെ ചീഫ് സെക്രട്ടറി പറയുന്ന ഒരു സംഭവമുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ മലിനജലത്തിൻ്റെ നിർഗമനം, മലിനജലം എങ്ങനെയാണ് കടലിലേക്ക് പോകുന്നത്, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? ജല അതോറിറ്റിയിലും നമ്മുടെ ഈ ഇറിഗേഷൻ വകുപ്പിലും അന്വേഷിച്ചു. അവരുടെ കയ്യിൽ രണ്ടും ഒന്നുമില്ല. അപ്പോൾ ഞാൻ ചീഫ് സെക്രട്ടറിയെ ഒന്ന് ചോദിക്കുമ്പോഴാണ് ആരോ പറയുന്നത് ഇതിൻ്റെ ഒരു പ്ലാൻ രാജഭരണകാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ രാജഭരണകാലത്തെ ഇതൊന്ന് തപ്പിയെടുക്കാൻ അദ്ദേഹം ഒരു സബ് കളക്ടറെ അയച്ചു, ജിജി തോംസൺ. അപ്പൊ സബ് കളക്ടർ ആർക്കൈവ്സിൽ പോയിട്ട് ഇതിന്റെ ഫയൽ അടക്കം സംഘടിപ്പിച്ച് കൊണ്ടുവന്നു. അപ്പൊ അത് അദ്ദേഹം പറയുകയാണ് ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എല്ലാവർക്കും വെറുപ്പായിട്ടുള്ള സർ സി പി അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ മഴ പെയ്താൽ 10 മിനിറ്റിനുള്ളിൽ വെള്ളം കടലിൽ പോകാനുള്ള സംവിധാനമാണ് വേണ്ടത്. ആ 10 മിനിറ്റിനുള്ളിൽ കടലിൽ പോകാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ അന്നത്തെ ചീഫ് എഞ്ചിനീയറോടാണ് പറയുന്നത്. അന്നത്തെ ചീഫ് എഞ്ചിനീയർ കൊണ്ടുവന്ന ഈ തോടുകൾ,
ഈ തോടുകൾ എന്ന് വെച്ചാൽ തിരുവനന്തപുരം നഗരത്തിന്റെ ചുറ്റും 6 കുന്നുകളിലായിട്ടാണ് നഗരം സ്ഥിതി ചെയ്യുന്നത്. ജിയോഗ്രഫി എങ്ങനെയാണ്? അതെ, അതിന്റെ നടുവിലാണ് നഗരം കിടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ 6 കുന്നുകളിൽ നിന്നുള്ള വെള്ളം താഴ്ന്ന പ്രദേശമായ തലസ്ഥാനത്തേക്ക് വരും. അപ്പൊ ഇത് 10 മിനിറ്റ് കൊണ്ട് എത്താൻ വേണ്ടിയാണ് ഈ 6 തോടുകൾ അദ്ദേഹം ഉണ്ടാക്കുന്നത്. ഈ പട്ടം, ഈ തോട്, പിന്നീട് പിന്നെ ഈ ഇവിടുന്ന് നമ്മുടെ ശാന്തിഗിരിയുടെ പോത്തൻകോട് എന്നുള്ള ഒരു തോട്, പിന്നീട് ഈ ആമയിഴഞ്ചാത്ത തോട് സത്യത്തിൽ അതുമായിട്ട് ബന്ധമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ പാർവതി പുത്തനാർ അടക്കം ഈ 6 തോടുകൾ, ഈ 6 തോടുകളിലേക്ക് വെള്ളം എത്തി ആ വെള്ളം സ്മൂത്തായിട്ട് പോയാൽ ഈ പ്രശ്നം തീരും. ഇവിടെ വെള്ളം കെട്ടില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നോക്കുമ്പോഴാണ് ഈ ഓപ്പറേഷൻ അനന്തയിൽ നോക്കുമ്പോൾ മുഴുവൻ സ്ഥലവും കൈയേറിയിട്ട് കെട്ടിടം വെച്ചിരിക്കുകയാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയിട്ടാണ് നിർമ്മാണം മുഴുവൻ. അപ്പൊ പഴവങ്ങാടിയിലെ അമ്പലത്തിന്റെ തേങ്ങ അടയ്ക്കുന്ന വെള്ളം പോലും പോവാൻ ഇതില്ലാത്ത സാഹചര്യമായിരുന്നു അവിടെ. അപ്പൊ ഈ പ്രസന്റേഷൻ കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു, 15 മിനിറ്റ് ആണ് അദ്ദേഹം സമയം ചോദിച്ചത്. 15 മിനിറ്റ് പ്രസന്റേഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് ഇറിഗേഷൻ അല്ല ചെയ്യേണ്ടത്, ചീഫ് സെക്രട്ടറി നേരിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഭയങ്കര രസമായിട്ട്, ജിജി തോംസൺ ഒന്നാമത് വളരെ പിന്നെ സഹൃദയനുമായോണ്ട്, എന്നിട്ട് അദ്ദേഹം പറയാണ്, അപ്പൊ അവിടെ ഒരു പഴവങ്ങാടി ആ ഭാഗത്ത് അവിടെ ഒരു അമ്മയുടെ വീടിന്റെ കക്കൂസ് ഇടിച്ചു കളഞ്ഞു. എന്നിട്ട് ആരോ പറഞ്ഞിട്ട് ഇവര് ചീഫ് സെക്രട്ടറിയെ വിളിക്കുകയാണ്. അപ്പൊ ചീഫ് സെക്രട്ടറി വന്ന് നോക്കിയപ്പോ സംഭവം ശരിയാണ്. അപ്പൊ ഉടനെ തന്നെ PWDക്കാരോട് പറഞ്ഞു അവർക്ക് അവരുടെ പരിധിക്കകത്ത് ഒരു കക്കൂസ് വെച്ച് കൊടുക്കാൻ പറഞ്ഞു. കക്കൂസ് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോ ഇവര് വീണ്ടും വിളിച്ചു, കക്കൂസ് ഉദ്ഘാടനം ചെയ്യാൻ ചീഫ് സെക്രട്ടറി വരണം. അപ്പൊ കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് ചീഫ് സെക്രട്ടറി കക്കൂസ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെയാണെന്ന് പറഞ്ഞു. പക്ഷെ അതുപോലും പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ അപ്രോച്ച് ഉണ്ട്. അത് ജിജി തോംസനെ പോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസർക്ക് അത് ചെയ്യാൻ പറ്റിയത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. അതെ. അപ്പോ അന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞു, ഈ പാർട്ടിക്കാരാണ്, ബന്ധുക്കളാണ് എന്ന് പറഞ്ഞിട്ട് നാളെ പൊളിക്കുന്നത് നിർത്തണമെന്ന് പറഞ്ഞ് വരരുത്. പക്ഷെ പൊളിക്കുന്നത് നിർത്തേണ്ടി വന്നു. അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ഞാൻ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, ജിജി തോംസൺ ഇപ്പൊ റിട്ടയർ ചെയ്തിരിക്കുക, ജിജി തോംസൺ അടക്കം, അന്ന് ബിജു പ്രഭാകരായിരുന്നു ഇവിടെ കളക്ടർ. അപ്പൊ ജിജി തോംസൺ അടക്കമുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഈ ഓപ്പറേഷൻ അനന്ത പുനഃസ്ഥാപിക്കണം. അത് പുനഃസ്ഥാപിച്ച് ഇപ്പൊ പിന്നെ PJ ജോയി ഉണ്ട്, പഴയ ചീഫ് സെക്രട്ടറി, അദ്ദേഹത്തിന് എന്തോ മറ്റേ തസ്തിക കൊടുത്തിട്ടുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ. ഇപ്പൊ ഞാൻ പറയുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ കർമ്മശേഷി എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? അല്ല, നമ്മൾ ഈ പല പദ്ധതികളും ഇനി പുതുതായിട്ട് ചെയ്യുന്നതിന് പകരം കുറേയധികം ചർച്ചകൾ തുടങ്ങി പകുതി വഴിയിൽ വെച്ചിരിക്കുന്ന കുറേ സംഗതികളുണ്ട്. ഇപ്പോൾ തന്നെ വിളപ്പിൽ ശാല പൂട്ടിയതിൻ്റെ തൊട്ട് പിന്നാലെ, അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബിജു പ്രഭാകർ ആയിരുന്നു അന്ന് ജില്ലാ കളക്ടർ. അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഒരു പവർപോയിന്റ് പ്രസന്റേഷൻ സഹിതമാണ് ഒരു വാർത്താ സമ്മേളനം അന്ന് നടത്തിയത്. അതിൽ കൃത്യമായി ഒരു ഇന്റർനാഷണൽ മെഷീനറി സംവിധാനങ്ങളൊക്കെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അത് പാർക്ക് ചെയ്യുന്നു, അത് നിന്നുകൊണ്ട് ഒരു മൊബൈൽ യൂണിറ്റ് പോലെ നിന്നുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നു, പരിസ്ഥിതിക്ക് യാതൊരു ദോഷവുമില്ലാതെ ഇത് റീസൈക്കിൾ ചെയ്ത് മാറ്റുന്ന ഒരു പ്രോസസ്സൊക്കെ അദ്ദേഹം അന്ന് ഡെമോൺസ്ട്രേഷൻ പവർ പോയിന്റിൽ കാണിച്ചായിരുന്നു. പക്ഷെ അതൊന്നും പിന്നീട് ഒന്നും ഉണ്ടായില്ല. അല്ലെ, കേരളത്തിന്റെ പ്രശ്നം എന്താ, ഒരിടത്തുനിന്ന് നല്ലത് സ്വീകരിക്കാൻ തയ്യാറല്ല. നിങ്ങൾക്ക് നമ്മൾ ഞാൻ മാതൃഭൂമിയിലുള്ള സമയത്ത് കേരളത്തിന്റെ 50 വർഷത്തെ പഞ്ചവത്സര പദ്ധതി, അന്ന് പഞ്ചവത്സര പദ്ധതി നീക്കിയിട്ടില്ല, നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് നീതി ആയോഗ് ആവുന്നത്. അപ്പോൾ അത് പഠിക്കാൻ ഞാൻ പോകും. പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ പ്ലാനിംഗ് ബോർഡിൽ പോകുന്ന സമയത്ത് പ്ലാനിംഗ് ബോർഡിൽ കഴിഞ്ഞ 50 വർഷത്തെ ഇതിനെക്കുറിച്ച് യാതൊരു വിലയിരുത്തലും ഇല്ല, ഉണ്ടായിട്ടില്ല. മനസ്സിലായി. എന്നിട്ട് മാതൃഭൂമിയിൽ അന്ന് ഞാൻ നടത്തിയ ആ സ്റ്റഡിയാണ് അവര് പിന്നീട് നിയതി അതിന്റെ കോപ്പി വാങ്ങിയിട്ട് അത് പ്ലാനിംഗ് ബോർഡിലേക്ക് കൊണ്ടുപോയി. അവരുടെ ഒരു ബേസിക് ഡേറ്റ പോലും നമ്മുടെ കയ്യിലില്ല. അപ്പൊ ഈ 50കളിൽ കേരളത്തിന്റെ മൊത്തം ഈ ജലസേചനത്തിന് വേണ്ടി വെറും 500 കോടി രൂപ ചെലവഴിച്ചാൽ കേരളത്തിലെ ഇറിഗേഷൻ ശരിയാക്കാന്ന് പറഞ്ഞു അന്ന്. പക്ഷെ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അത് മുക്കിക്കളഞ്ഞു. എന്നിട്ടാണ് ഈ കോടിക്കണക്കിന് രൂപ ഈ കരാറുകാർ ഇവരുമായിട്ടുള്ള ബിനാമി സമ്പ്രദായത്തിലൂടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും കേരളത്തിലെ ഇറിഗേഷൻ പ്രോജക്ട്സ് എവിടെ എത്തിയിരിക്കുന്നു. ഇപ്പൊ മൂവാറ്റുപുഴ വാലി അടക്കമുള്ള നിരവധി പദ്ധതികൾ ഇപ്പോഴും ഈ കോടിക്കണക്കിന് രൂപ സ്പെൻഡ് ചെയ്ത് എവിടെയും എത്താതെ 30-40 വർഷം പിന്നിട്ട പദ്ധതികളുണ്ട്, ഒന്നും എത്തുന്നില്ല.
നമ്മുടെ തലസ്ഥാനത്തെ MP ഡോക്ടർ ശശി തരൂർ, അദ്ദേഹം ഇന്റർനാഷണൽ എക്സ്പോഷറുള്ള ഒരു കക്ഷിയാണ്. അദ്ദേഹം വന്നിട്ട് ഒരു പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരു അണ്ടർഗ്രൗണ്ട് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ട് യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു മാലിന്യ സംസ്കരണ പദ്ധതിയൊക്കെ അന്ന് വിഭാവനം ചെയ്തിരുന്നു. പക്ഷേ അതും എങ്ങോട്ടും ഒന്നും എത്തിയിട്ടില്ല. എന്താ പറ്റിയ? നോക്ക്, ഇതിനകത്ത് ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ വിലയിരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ജനം വിലയിരുത്തുന്നില്ല. ശശി തരൂരിന്റെ പ്രസ്താവനകൾ ഇവിടെ ടിൻ സിറ്റി കൊണ്ടുവരും, ബാഴ്സലോണ പോലെയാക്കും, പിന്നെ മാലിന്യം, എന്തെല്ലാം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ എക്സ്പോഷർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പലതും ചെയ്യാൻ കഴിയും. ഇപ്പൊ പല ഐക്യരാഷ്ട്ര സഭയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പല സംഘടനകളുടെയും ഇതിൽ നിന്നുള്ള ഫണ്ടുകൾ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടും ഒന്നും ചെയ്യാതിരുന്ന MP-യെ വീണ്ടും വിജയിപ്പിച്ചു. ഞാൻ പറയുന്നത് അല്ല, അതിന്റെ രാഷ്ട്രീയമാണ്. ഒന്നും ചെയ്യാതിരുന്നാലും BJP-ക്ക് എതിരാണ് എന്നുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ട് മുഴുവൻ പേരുടെ വിജയിപ്പിക്കുന്നു. BJP വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ട്രിവാൻഡ്രത്തെ MP BJP-യിൽ നിന്നാണ് വന്നെങ്കിൽ ഇതിനെല്ലാം പരിഹാരം കാണും എന്നാണ് പറയുന്നത്. എനിക്ക് ഉറപ്പായിരുന്നു. കാര്യം രാജീവ് ചന്ദ്രശേഖറിൽ എനിക്ക് വിശ്വാസമുണ്ട്. ആ മനുഷ്യൻ, എനിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആ ഓണ്ടർപ്രണർ, വ്യവസായി, ടെക്നോക്രാറ്റ്. അപ്പൊ അന്ന് ഇലക്ഷന് മുമ്പ് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള പദ്ധതി വന്നിരുന്നെങ്കിൽ ഇപ്പൊ ഈ റിംഗ് റോഡും വിഴിഞ്ഞത്തിനോടനുബന്ധിച്ചുള്ള റിംഗ് റോഡിനോട് അനുബന്ധിച്ച് IT പാർക്കുകളും ടൗൺഷിപ്പുകളും ഉള്ള വലിയൊരു ബൃഹത് പദ്ധതിയാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. തീർച്ചയായിട്ടും അദ്ദേഹം ജയിച്ചിരുന്ന മന്ത്രിയാവുമായിരുന്നു. ഇത് പലതും നമുക്ക് ചെയ്യാനും പറ്റുമായിരുന്നു. ഇത് ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ നശിപ്പിച്ചു തിരുവനന്തപുരത്തുകാർ. അത് കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ എന്തും ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു MP ജയിച്ചു, അദ്ദേഹം തന്നെ വന്നു എന്ന് കരുതുക. പക്ഷെ അദ്ദേഹത്തിന് മാത്രമായിട്ട് മാലിന്യ സംസ്കരണ അതിന്റെ കാര്യങ്ങളിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സഹകരണം ഇല്ലാതെ എത്രത്തോളം ഇംപ്ലിമെന്റേഷൻ പോസിബിൾ? മാലിന്യ സംസ്കരണം മാത്രമല്ല അനീഷ്, നമ്മൾ നേരത്തെയുള്ള പല ചർച്ചകളിലും പറഞ്ഞതാണ്, സംസ്ഥാനത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിലും വികസന കാര്യങ്ങളിലും രാഷ്ട്രീയം മാറ്റിവെക്കണം. കാര്യം മന്ത്രിസഭ അധികാരം വരുന്നത് വരെ മാത്രമേ ഉള്ളൂ രാഷ്ട്രീയം. അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി നമ്മുടെ പൊതു സ്വത്താണ്. പക്ഷെ ഇപ്പോ ഈ ഉമ്മൻചാണ്ടിയാണ് അക്കാര്യത്തിൽ ഒരു മാതൃക. ഈവൻ അപ് ടു ആൻ എക്സ്റ്റന്റ് K കരുണാകരനും. ഇപ്പൊ ഇവരാരും അങ്ങനെ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആൾക്കാരെ കാണാനും ഇത് ചെയ്യാനും ഒക്കെ ശ്രമിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു തരൂരിന് വീഴ്ച പറ്റിയ കുറച്ച് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞായിരുന്നു. തരൂരിന്റെ വീഴ്ചയിൽ ഒരു ഘടകം, അദ്ദേഹത്തോടൊപ്പം പലരും സഹകരിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അദ്ദേഹം നേരിട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് പോലും അദ്ദേഹം എതിരെ നേരിടുന്നു. പിന്നെ എങ്ങനെ സംസ്ഥാന സർക്കാർ അദ്ദേഹത്തോടൊപ്പം സഹകരിക്കും? അദ്ദേഹത്തിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും. പക്ഷെ MP എന്ന നിലയിൽ പുള്ളി തികഞ്ഞ പരാജയമാണ്. അപ്പൊ ഈ ജോയ് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? MP-ക്ക് ഒന്നും ചെയ്യാനില്ല. MP ഒന്നും ചെയ്യണ്ട, MP അവിടെ വന്ന് നിന്നാ പോരെ. എന്നാ ഡയമെൻഷൻ മാറില്ലേ? ഇത് പുള്ളിയുടെ ഇന്റർനാഷണൽ എക്സ്പോഷർ വികസന കാര്യത്തിലല്ല, ഏത് കാര്യത്തിലാണ് ഞാൻ പറയുന്നില്ല, അതൊരു വ്യക്തിനിഷ്ഠമാവുന്നുള്ളത്. പക്ഷെ ഒരു കാര്യം, ഞാൻ 2 ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞ MP, അതാണ് MP ചെയ്യേണ്ടത്. പോസ്റ്റ് കൊണ്ട് കാര്യമില്ല. പക്ഷെ അദ്ദേഹത്തിന് വന്നാൽ ഒരു പ്രസൻസ് അറിയിക്കാമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ഈ നഗരത്തിന്റെ ഈ ശുചീകരണം, മാലിന്യ നിർമ്മാർജ്ജന കാര്യത്തിൽ മുഖ്യമന്ത്രിയെ വിളിച്ച് അദ്ദേഹം കണ്ടാൽ, ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും ശശി തരൂർ MP-യും ഒന്നിച്ചു നിന്നിട്ട് ഇവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റും? നമുക്കിനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു പ്രാക്ടീസ് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു സൊല്യൂഷൻ എന്താ? GK-യുടെ ഒരു അഭിപ്രായത്തിൽ എന്താ? അതെ, ഞാൻ ഇത് പറഞ്ഞാല് ഇവിടുന്ന് VP ജോയ് ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോ ഗുജറാത്ത് മോഡൽ പഠിക്കാൻ പോയി. ഇവിടെ അന്ന് വലിയ വിമർശനമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ഒരു സെന്റർ ഫോർ പോളിസി സ്റ്റഡീസ് എന്നോ പറഞ്ഞിട്ടൊരു ഡൽഹി എന്നുള്ളൊരു സംഘടനയുടെ നേതൃത്വത്തില് ഗുജറാത്തിലെ വികസനം കാണാൻ വിടുന്ന കുറെ മാധ്യമ പ്രവർത്തകരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉള്ളവര്, ഉദ്യോഗസ്ഥരല്ല, റെപ്രസെന്റേറ്റീവ്സ്. ഇപ്പൊ കല്ലുവാതുക്കലിലെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, പാലക്കാട് അന്നത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രിയ ഉണ്ടായിരുന്നു, പിന്നീട് നമ്മുടെ പത്തനംതിട്ടയിൽ നിന്നുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഇവര് കുറെ ഇങ്ങനെ ആൾക്കാര്
ആയിട്ടാണ് നമ്മളൊന്ന് പോയത്. എല്ലാവരും പറയുന്നത് ഈ ഗുജറാത്ത് മോഡൽ മാലിന്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഗുജറാത്ത് മോഡൽ. ഗുജറാത്തിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ വലിയ സംഭവങ്ങളാണോ? അതെ, ഗുജറാത്തില് തമാശ എന്ന് പറയുന്നത് ഗുജറാത്ത് നഗരം ക്ലീനാണ് ഒന്ന്. പിന്നെ മുഖ്യമന്ത്രിയുടെ ഒരു ഡാഷ്ബോർഡ് ഉണ്ട്. അത് മുഖ്യമന്ത്രിയുടെ വീടിന്റെ മുകളിലത്തെ നിലയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു അതേപോലെ തന്നെ സിറ്റിയുടെ ഒരു കൺട്രോൾ ഇതുണ്ട്. ഈ കൺട്രോളിൽ കംപ്ലീറ്റ് ഇവിടെ വെച്ചിരിക്കുന്ന AI ക്യാമറ ഇപ്പോൾ ഒരെണ്ണവും വർക്ക് ചെയ്യുന്നില്ല. മറ്റേ നഗരം മുഴുവൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ശരിക്കുള്ള AI ക്യാമറ ആരും കൈക്കൂലി വാങ്ങിയിട്ട് ക്യാമറ എന്നുള്ളൊരു സങ്കല്പമാണ്. മറ്റേത് കറക്റ്റ് ആണ്. എങ്ങനെയാ അത് വർക്ക് ചെയ്യുന്നത്? മാലിന്യം വലിച്ചെറിഞ്ഞാല് ആ എറിയുന്ന ആളിനെ അപ്പ തൂക്കിയിരിക്കും, സ്പോട്ട് ചെയ്യും. ഒരാളുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അതെ, ആ വണ്ടിയോ ഐഡന്റിറ്റി എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും? അതാത് സ്ഥലത്തുള്ള ഇതിന്റെ യൂണിറ്റ് ഉണ്ട്. അവര് പോയി പ്രാദേശിക നിരീക്ഷണ കേന്ദ്രങ്ങൾ, എൻഫോഴ്സ്മെന്റിന് വേറെ ടീമുണ്ട്. അവര് പോയി പൊക്കും. ഒരിക്കൽ പൊക്കിയാൽ 2000 രൂപ അപ്പം പിഴ. പിന്നെ ഒരിക്കലും അവൻ ചവിടില്ല. ഇത് ഇട്ട് കഴിഞ്ഞാൽ തടയുന്ന മെക്കാനിസം. അതെ, ഇടാതിരിക്കാനുള്ള സംവിധാനമാണ്. അതാണ് ഏറ്റവും ഇത്. അല്ല, ഈ ക്ലീൻ ചെയ്യാൻ അവിടെ എന്ത് മെക്കാനിസം? 1400 വണ്ടികളാണ് ഒരു ദിവസം അഹമ്മദാബാദ് നഗരത്തിലെ ശുചീകരണത്തിന് വേണ്ടി ഓടിക്കുന്നത്. കോർപ്പറേഷന്റെ ഇവിടെ കുടുംബശ്രീക്ക് വണ്ടിയില്ല, അതറിയോ? പക്ഷേ നഗരസഭയുടെ വണ്ടിയിൽ അവർ പോകുന്നില്ല. നഗരസഭയിൽ ഇവിടെ ഞാൻ എന്റെ ഫ്ലാറ്റിൽ ഇത് ശേഖരിക്കാൻ വരുന്ന ആൾക്കാർ പറഞ്ഞത് അവർ സ്കൂട്ടറിലാണ് കൊണ്ടുപോകുന്നത്. ഇത് വഴിയിൽ വീഴത്തില്ലേ? ഇത് വഴി വീഴും. ഈ വഴിയിൽ കിടക്കുന്ന ചപ്പയോറുകൾ ഇത് കാണണം നമ്മള്. മനസ്സിലായി. അപ്പൊ അവിടെ ഈ 1400 വണ്ടികൾ ഒരു വീട്ടിൽ നിന്ന് വാങ്ങുന്ന പൈസ എത്രയാണെന്ന് അറിയോ? വെറും 30 രൂപ ഒരു മാസം. ഇവിടെയും പ്ലാസ്റ്റിക് എടുക്കാൻ ഏതാണ്ട് അതൊക്കെ അല്ല, ഇവിടെ അതിൽ കൂടുതലാണ്. ആണോ? ആ, കടകളുടെ ഇന്ന് 60 രൂപ വാങ്ങും. ശരി. ബാക്കി മുഴുവൻ ഇതാണ്. ഇവർ ഈ കളക്ട് ചെയ്യുന്നു. താങ്കൾ പറഞ്ഞ പോലെ 1000-ൽ പരം വാഹനങ്ങൾ വരുന്നു, ജീവനക്കാർ വരുന്നു, കളക്ട് ചെയ്യുന്നു. ഈ കളക്ട് ചെയ്യുന്ന മാലിന്യം ഇവരെന്ത് ചെയ്യും? ഇതിന്റെ സംസ്കരണം 4.5 ഏക്കറുള്ള നഗരത്തിന് നടുവിലുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ്. നഗരത്തിനകത്ത് തന്നെ. അവിടെ പൊല്യൂഷൻ ഒന്നുമില്ല, ഒരു പൊല്യൂഷനും ഇല്ല. ഈ വിളപ്പശാല ഇല്ല, ബ്രഹ്മപുരവും ഇല്ല. ശരി. ഈ ബ്രഹ്മപുരം കഴിയുമ്പോഴാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. ഇപ്പൊ ഞങ്ങൾ നോക്കുമ്പോ എല്ലാ 2 മണിക്കൂർ കൂടുന്തോറും ഈ ചപ്പയോറകള് യന്ത്ര സംവിധാനത്തില് നനയ്ക്കും. ഇവര് ജൈവ അജൈവ പ്ലാസ്റ്റിക്കും വേർതിരിക്കും. പ്ലാസ്റ്റിക് ഒരു ദിവസം നഗരത്തിൽ നിന്ന് 200 ടണ്ണിനടുത്താണ് വരുന്നത്. ഇത് മുഴുവൻ സിമെന്റ് ഫാക്ടറിക്ക് പോവാണ്, റീസൈക്കിൾ ചെയ്യും. സിമെന്റ് ഫാക്ടറിക്ക് പോവാണ്, അവരുടെ റോ മെറ്റീരിയൽ ആക്കും. ജൈവ മാലിന്യം മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുക. അതെങ്ങനെ സ്വകാര്യ കരാറുകാർക്ക്? അതെ, അത് നമുക്കും വേണേലും കിട്ടും. നമുക്ക് വീട് വെക്കുന്ന സ്ഥലം ഫില്ല് ചെയ്യാൻ ഇത് മണ്ണ് വേണമെന്ന് പറഞ്ഞാൽ ഈ ജൈവ ഒരു ടണ്ണിന് 162 രൂപ മറ്റാണ്. ഈ പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ അന്തരീക്ഷം മലീമസമാകുന്ന ഇല്ല, അതല്ലാതെ അതിന്റെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. ഒരു ഹർഷത് സോളങ്കി എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കാണ്. വേറെ ബൈ പ്രോഡക്ട്സ് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ അവർ? അല്ല, ഇതുണ്ടാക്കുന്നുണ്ട്. ഈ മനൂറും ഇതുമാണ് ഉണ്ടാക്കുന്നത് അവിടുന്ന്, ജൈവ വളവും ഇതും. ഇത് 2 പ്രോഡക്റ്റ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ സംവിധാനമാണ്. എല്ലാ ദിവസവും യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, എല്ലാ ദിവസവും 10 മിനിറ്റ് ഈ നഗരത്തിലെ മാലിന്യ സംസ്കരണത്തെ കുറിച്ച് അവിടുത്തെ മുനിസിപ്പൽ കമ്മീഷണർ വിലയിരുത്തും. എല്ലാ ദിവസവും 10 മിനിറ്റ്. അങ്ങനെ അതാണ് അവരുടെ സിസ്റ്റം. അതായത് ഒരു സിസ്റ്റം വിത്തൗട്ട് ഫെയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ 10 മിനിറ്റ് ഇദ്ദേഹം അവിടെ സ്പെൻഡ് ചെയ്യും. ശരി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി എല്ലാ ആഴ്ചയിലും റിവ്യൂ നടത്തും. ഒരു ദിവസം ഇത് റിവ്യൂ ചെയ്യും. സംസ്ഥാന ചീഫ് സെക്രട്ടറി എല്ലാ 15 ദിവസം കൂടുമ്പോഴും ഒരു ദിവസം ഇവിടെ 1/2 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. ഈ ജനങ്ങളുടെ ഭാഗത്തുള്ള ഒരു സഹകരണം എങ്ങനെയാണ്? ജനങ്ങൾ ഇത് ചപ്പയോറുകൾ വലിച്ചെറിയുന്നത് വളരെ റെയറാണ്. ഞങ്ങൾ അവരുടെ സിസ്റ്റം നോക്കി. അപ്പൊ അവിടെ ഈ പിഴ ഈടാക്കുന്ന ചെലാനാണ് ഇത്. അതിനകത്ത് ഒരു ശുപാർശയില്ല. ഭരണകക്ഷി ആയാലും പ്രതിപക്ഷം ആയാലും നേതാവായാലും MLA ചാവറിട്ട ഫൈൻ അടിച്ചിരിക്കും. ഈ നദികളും മറ്റ് ജലാശയങ്ങളും സംവിധാനങ്ങളൊക്കെ അതാണ് സബർമതി. എങ്ങനെയാ അത്? സബർമതി ആശ്രമത്തിന്റെ മുന്നിലൂടെ ആ പുഴ 16 കിലോമീറ്റർ പുഴ മറ്റേ കണ്ണാടിയേക്കാൾ തെളിഞ്ഞ വെള്ളമാണ്.
ആണോ? മുഴുവൻ ചപ്പി. ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്തൂടെ കടന്നു പോകുന്ന ഭാഗത്ത് മാത്രം ഈ കടന്നു പോകുന്ന നദിയുടെ 2 കരകളും അവര് ഈ വാക്വേ മാതിരി കംപ്ലീറ്റ് മാർബിൾ ഇട്ട് കെട്ടിയിരിക്കുകയാണ്. ഓഹോ. അപ്പൊ നഗരത്തിന്റെ മുഴുവൻ കോൺസെൻട്രേഷൻ ഇവിടേക്ക് വരുന്നു. ഇവിടെ പൂന്തോട്ടങ്ങളുണ്ട്, കഫ്തീരിയ ഉണ്ട്, പിന്നെ അടൽ പാലം എന്ന് പറഞ്ഞിട്ട് ഈ താഴെ കണ്ണാടി ഇട്ട ഒരു പാലം, ഈ ആൾക്കാർക്ക് അവിടെ വന്ന് സ്പെൻഡ് ചെയ്യാം. മനസ്സിലായി. അപ്പൊ അതിനു മുമ്പ് ഇത് മലീമസമായിരുന്നു. നമ്മുടെ ഇത് എത്ര വർഷമായിട്ട് ഈ പ്രാക്ടീസ് ഫോളോ ചെയ്ത് വരുന്നുണ്ട്? നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായ സമയം മുതൽ. അദ്ദേഹം മുഖ്യമന്ത്രിയായി 1 വർഷത്തിനകം ഇത് നടപ്പാക്കി. അവിടുത്തെ ഈ ടൂറിസം കേന്ദ്രങ്ങളൊക്കെ താങ്കൾ സന്ദർശിച്ചു? അതെ. അവിടെ എന്താ അവസ്ഥ? അതെ, അത് കാണേണ്ട കാര്യമാണ്. നഗരം എങ്ങനെ മാറ്റി എന്നുള്ളതാണ്. നഗരം മാറ്റി എന്ന് വെച്ചാല് അവിടെ ഒരു കൃത്രിമ തടാകമുണ്ട് നഗര ഹൃദയത്തിൽ തന്നെ. ശരി. 12 ഏക്കറോ 20 ഏക്കറോ വലിപ്പമുള്ള ഇതിന് ചുറ്റും ഇവരൊരു ടൂറിസം സ്പോട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുക മുഴുവൻ. അപ്പൊ അതിന്റെ ചുറ്റും ഒരു ട്രെയിൻ പോകുന്നുണ്ട്. അത് അവിടെ മാത്രം ഇങ്ങനെ കറങ്ങുന്ന ട്രെയിൻ, ടോയ് ട്രെയിൻ. പിന്നീട് ഇവിടുന്ന് നമ്മുടെ ആൾക്കാർ പോയിരുന്നു ഈ അടുത്തിടയ്ക്ക് അവിടുത്തെ ഇത് കാണാൻ, കാഴ്ച ബംഗ്ലാവ്. അവിടെ ആക്ച്വൽ പരിസ്ഥിതിയിൽ ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആവാസ വ്യവസ്ഥ ഒരുക്കിയിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മുടെ ഷിബു ബേബി ജോൺ. അതെ, ഷിബു ബേബി ജോൺ വന്നു, ചീഫ് സെക്രട്ടറി വന്നു, നല്ല അഭിപ്രായം പറഞ്ഞായിരുന്നു. ചീഫ് സെക്രട്ടറി വന്നത് കണ്ടു. ഇതിന്റെ ചുറ്റും പലതരം ഫുഡ് കോർട്ടുകൾ, പിന്നെ ഈ നദി ഈ തടാകത്തിനകത്ത് ഇറങ്ങി ഇത് ചെയ്യാം, എല്ലാ സംവിധാനവും ഉണ്ട്. ഭയങ്കര ലൈറ്റിങ്, മുഴുവൻ നഗരം അവിടെ ഒഴുകിയെത്തുകയാണ്. ഈ നഗരത്തിന്റെ മാലിന്യങ്ങളൊന്നും നഗരം വിട്ട് പുറത്തേക്കും പോകുന്നില്ല. അവരുടെ മാലിന്യം അവരുടെ കേന്ദ്രത്തിൽ തന്നെ സംസ്കരിക്കുന്നു. ഓക്കെ, പരിസരം വൃത്തിയായി. ഇവിടെ ഞാൻ ചോദിക്കണേ, ഇവിടെ 4.5 ഏക്കർ സ്ഥലം കണ്ടെത്താൻ, അല്ലെങ്കിൽ 2-3 ഏക്കർ വീതമുള്ള 1-2 സ്പോട്ട് നഗരത്തിൽ കണ്ടെത്താൻ നമുക്ക് എന്താ പ്രയാസം? പോസിബിൾ ആണ്, വളരെ പോസിബിൾ ആണ്. ഇത് വേണം എന്നുള്ളൊരു ചിന്ത വേണം. ഇത് ചീഫ് സെക്രട്ടറി അവിടെ പോയി കണ്ടു ഇത് മുഴുവൻ. ശരിക്കും നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മുകളില് നഗരത്തിന്റെ ഇത് അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ മുഖ്യമന്ത്രിക്ക് കാണാം എവിടെയെങ്കിലും ഇത് വരുന്നുണ്ടോന്ന്, മാലിന്യം കൂടി കിടക്കുന്നുണ്ടോന്ന്. മുഖ്യമന്ത്രി നേരിട്ട് മോണിറ്റർ ചെയ്യും. ശരിക്കും ഇത് മുഖ്യമന്ത്രി ചെയ്യേണ്ട പണിയല്ല. മുഖ്യമന്ത്രി ശ്രദ്ധിക്കേണ്ട പണിയേ അല്ല. എന്നിട്ട് ശ്രദ്ധിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ നടക്കുന്നത്. ഇത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഡാഷ്ബോർഡില് ഇപ്പൊ ആർക്ക് വേണമെങ്കിലും എന്ത് പരാതിയും കൊടുക്കാം, ഫോട്ടോ അടക്കം പോസ്റ്റ് ചെയ്താൽ. ഇപ്പൊ ഒരു ആസ്പത്രിയിൽ ഡോക്ടർ വരുന്നില്ല, ഡോക്ടർ മുങ്ങുന്നു, ഇത് പരാതി ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും മുഖ്യമന്ത്രി അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ DMO, പിന്നെ ആ മെഡിക്കൽ ഇതിന്റെ ചുമതലയുള്ള ആരാണ്, ലോക്കൽ MLA, MP, എല്ലാവരെയും. ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ സംവിധാനം, ഒരു റിവ്യൂ സിസ്റ്റം ആണ്, വലിയ ബിഗ് ഇത് വെച്ചിട്ടുണ്ട്. നേരിട്ട് പോയി പരാതി കൊടുക്കുന്ന നേരിട്ട് വേണമെങ്കിൽ പരാതി എവിടുന്ന് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം, ഓൺലൈനായിട്ട് പോസ്റ്റ് ചെയ്യാം, ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഒരു ഇലക്ട്രിസിറ്റി പോസ്റ്റ് അത് അന്ന് കാണിക്കുന്നുണ്ടായിരുന്നു നമ്മളെ. ഒരിടത്ത് പോസ്റ്റ് ഒടിഞ്ഞു വീണു, അതിനടുത്ത് തന്നെ റോഡ് കുഴിയായി. ഇത് രണ്ടും ആരോ എടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ ഡാഷ്ബോർഡിൽ പോസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഡാഷ്ബോർഡിൽ വരുന്ന സംഭവം കളക്ടറാണ് റിവ്യൂ ചെയ്യുന്നത്. വിത്തിൻ സെക്കൻഡ്സ് ആണ് അവിടെ ആ ആക്ഷൻ നമ്മൾ കാണുകയാണ്. ഇതൊക്കെ ശരിക്കും ഡേ ടു ഡേ ആക്ടിവിറ്റി ആയിട്ട് അവിടെ നടക്കുന്നതാണോ, അത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ പഠിക്കാൻ ചെന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയതാണോ? നമ്മൾ അവിടെ ഒരു സർപ്രൈസ് വിസിറ്റേഴ്സ് ആയിരുന്നു. ആണോ? അതല്ലാതെ അത് അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ ആര് ചെന്നാലും ചെന്നില്ലേലും ഈ സിസ്റ്റം, അതിന് സ്റ്റാഫ് ഉണ്ട്. ആ സ്റ്റാഫ് റൊട്ടീൻ ഡ്യൂട്ടിയാണ്, 24 hours ഈ സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നു ഷിഫ്റ്റിൽ. പിന്നെ ഈ കളക്ടറുടെ ഇത് ഒരെണ്ണം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര മിനിറ്റിനകം അവിടുന്ന് കളക്ടറുടെ റിവ്യൂ, അത് കഴിഞ്ഞാൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്. അല്ല, ഇവിടെ ഒരു സംശയം എനിക്കുള്ളത്, ഇപ്പൊ മുഖ്യമന്ത്രി ആയാലും കളക്ടർ ആയാലും അവർക്ക് സംസ്ഥാന ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന്റെ കൂടെ ഇതെല്ലാം അവർക്ക് ചെയ്യാൻ സമയം കിട്ടുമോ എന്നുള്ളത്. നെറ്റ്വർക്ക് അല്ലേ, ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്, എല്ലായിടവും സ്റ്റാഫ് ഉണ്ട്. ഓക്കെ, ഇവരുടെ ഒരു മേൽനോട്ടം ഉണ്ടായാൽ മതി. പക്ഷെ സമാധാനം പറയേണ്ടി വരുന്നത് കളക്ടറാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അലർട്ടായിരിക്കും. അല്ല, നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ഈ തിരുവനന്തപുരത്ത് ജനറൽ ആസ്പത്രിയിലെ ഒരു സർജൻ മാത്രമുള്ള സ്ഥലത്ത് നിന്ന് കളക്ടറുടെ കുഴിമുഖം ശരിയാക്കാനാന്ന് പറഞ്ഞിട്ട് വിളിച്ച സ്ഥലമാണ് കേരളം. കളക്ടറെ മാറ്റി
കളക്ടറെ മാറ്റിയില്ല എന്നല്ല, കളക്ടർ അങ്ങനെ ചെയ്യാൻ പാടും? ചെയ്യാൻ പാടില്ല. പക്ഷെ ഇത് സത്യത്തിൽ ഒരു ജനാധിപത്യ ബോധം, പൗരബോധം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാത്തതുകൊണ്ടല്ലേ. ഞാൻ പറയുന്നത് വിഷനുള്ള നല്ല IAS ഓഫീസേഴ്സിനെ ഇത് ഏൽപ്പിക്കണം. ഇവിടെ കളക്ടർ നഖം ക്ലീൻ ചെയ്യാൻ ആൾക്കാർ അങ്ങോട്ട് വിളിച്ചു വരുത്തും, അവിടുത്തെ കളക്ടർ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് ക്ലീൻ ചെയ്യും. അവിടെ പോണം. മാത്രമല്ല ഇത് വന്ന് ഒരു ഞങ്ങള് കാണുകയാണ് ഈ റോഡിലെ കുഴിയുടെ പടവും ഇതും കൂടെ വരുന്നു. പത്രത്തിൽ വാർത്ത വന്നിരുന്നു. ഈ പത്രത്തിന്റെ കട്ടിംഗ് ആണ് ഡാഷ്ബോർഡിൽ കാണുന്നത്. അപ്പൊ ഈ എല്ലാ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർമാരും ഈ തരത്തിലുള്ള സംഭവങ്ങൾ മുഖ്യമന്ത്രിയുടെ ഡാഷ്ബോർഡിൽ ഇടണം. മനസ്സിലായി. ഇട്ട് കഴിഞ്ഞാൽ ഇവര് എന്താണ് അടുത്ത 1-2 മണിക്കൂറിനാവും ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് വരണം. മനസ്സിലായി. ഇതിന്റെ സിസ്റ്റം കംപ്ലീറ്റ് ഇതാണ്. ഇവിടുന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന VP ജോയ് ഇത് പോയി കണ്ടു. ഇത് കണ്ടിട്ടെന്താ കാര്യം, ഇവിടെ നടപ്പാക്കണ്ടേ? ചീഫ് സെക്രട്ടറി ഇവിടെ വന്നു, അവിടെ പോയി കണ്ടു, കാര്യങ്ങളെല്ലാം പഠിച്ചു, മനസ്സിലാക്കി. ഇവിടെ വന്ന് അദ്ദേഹം അത് ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാകും. കാരണം ഇത്രയും നല്ലൊരു പ്രാക്ടീസ് ആണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഫോളോ ചെയ്തുകൂടാ? അങ്ങനെ ഒരു ഒപ്പീനിയൻ ആയിരിക്കും അദ്ദേഹം കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ ഉള്ളവരാരും അത് ഫോളോ ചെയ്യുന്നില്ല. എന്തേ? അല്ല, ഞാൻ പറയണത് നമുക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ പോയി കാണണം. പിണറായി വിജയൻ മാറ്റിവെക്കണം. മോദിയുടെ ഗുജറാത്തിൽ പോയി മോദി എന്ത് ചെയ്തു എന്ന് പഠിക്കണം എന്നാണോ താങ്കൾ പറയുന്നത്? എന്നല്ല ഞാൻ പറയാം, പിണറായി വിജയൻ അല്ല ഞാൻ പറഞ്ഞത്, സംസ്ഥാന മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയി കാണണം. ഇല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി വിദേശത്ത് പോയിട്ട് അവിടുത്തെ മറ്റേ വാട്ടർ ഇത് സിസ്റ്റം ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞതല്ലേ? നെതർലാൻഡ്സിലെ കൊണ്ടുവരുന്നതിന് പകരം ഗുജറാത്തിലെ വളരെ വിജയകരമായി നടപ്പാക്കിയ സമ്പ്രദായം ഇവിടെ എന്തുകൊണ്ട് നടപ്പാക്കിക്കൂടാ? കേരളത്തില് ഈ രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട്, അല്ലെങ്കിൽ പറയട്ടെ BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നമുക്ക് ആവശ്യപ്പെടാം ഇവിടുന്ന് ഒരു ടീമിനെ കൊണ്ടുപോകാൻ അവിടേക്ക്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, സംസ്ഥാന സർക്കാർ തന്നെ ചെയ്യണ്ടേ? അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ചെയ്യണം. ഇത് ചെയ്തിട്ട് ഈ മാലിന്യ സംസ്കരണത്തിൽ നിന്ന് ഈ പ്ലാൻ ഇതേപടി കേരളത്തിൽ നടപ്പാക്കിയ ഇപ്പൊ കേരളം ഹൈക്കോടതി ഇന്നലെ പറഞ്ഞില്ലേ അമിക്കസ് ക്യൂറി? അല്ല, ഹൈക്കോടതി അത്രയും രൂക്ഷമായി പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ ഈ സർവകക്ഷി യോഗമൊക്കെ വിളിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ഹൈക്കോടതിയുടെ പ്രശ്നമുണ്ട്. ഹൈക്കോടതി ഈ ഒരു പരാമർശം കഴിഞ്ഞാൽ നിർത്തി, ഇത് ഫോളോ അപ്പ് ചെയ്യില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഗുജറാത്ത് മിഷനറി സർക്കാർ സംവിധാനങ്ങളെല്ലാം ഫലപ്രദമായിട്ട് ഇടപെടുന്ന കാര്യം പറയുമ്പോൾ തന്നെ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങളുടെ ഒരു മനോഭാവമുണ്ട്. ആ ഒരു സിസ്റ്റം നമ്മൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഒരു ശീലം എന്ന് പറയുന്നത് ആമഴിഞ്ഞ തൊട്ടിലോട്ട് സാധനം എടുത്തെറിയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ ഒരു മനോഭാവം മാറാതെ എത്രത്തോളം ഇംപ്ലിമെന്റ്, നല്ല ക്യാമറ വെച്ചാൽ, ഇത് പിടിച്ചാൽ, നടപടി ഉണ്ടായാൽ പണി കിട്ടും ഉറപ്പായ ഒരാളും ചെയ്യില്ല. ഉറപ്പാണ്. മലയാളി മാറും. മലയാളി പുതിയ വഴികൾ കണ്ടു. അല്ല, ഇത് ഞാൻ പറയുന്ന ഈ മാലിന്യം ഉണ്ടാകുന്നിടത്ത് തന്നെ സംസ്കരിക്കുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവരണം. ഇവിടെ വേസ്റ്റിന് കൊടുത്ത ബക്കറ്റിൽ വരെ കൈക്കൂലി വാങ്ങിയ കക്ഷികളാണ്. എല്ലാ കാര്യവും എല്ലാത്തിനും കൈക്കൂലി എന്നുള്ള ഒരു ലൈനിലേക്കാണ് നമ്മൾ. കരിയില് സംഭരിക്കാനും അതുപോലെ തന്നെ ഈ ചകിരിച്ചോറ് ഇട്ടിട്ടുള്ള ഒരു ടെക്നോളജിയൊക്കെ വഴിവക്കിൽ ചില ക്യൂബിക്കുകളൊക്കെ സ്ഥാപിച്ചിരുന്നു. തോമസ് ഐസക് അദ്ദേഹമാണെന്ന് തോന്നുന്നതിന്റെ പ്രയോക്താവായിട്ട് വന്നത്. പക്ഷെ അതൊന്നും എഫക്റ്റീവ് ആയില്ല. ഇപ്പൊ ഈ കരിയില ഡംപ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പൊ കാണുന്നുണ്ടോ? അല്ല, കരിയില സംഭരിക്കുന്ന സ്ഥലം ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരെണ്ണം കിടപ്പുണ്ട്. പക്ഷെ അവിടെ ഉണ്ട്, കരിയിലുണ്ട്. ഈ ചകിരി ഇട്ടുകൊണ്ട് ഇത് ഡീക്കേ ആയി പോകുന്ന ഒരു സിസ്റ്റം അതിപ്പോ ഉണ്ടോ? എന്താ അതിന്റെ? അല്ല, അതിപ്പോ അറിയില്ല. ഈ ഓരോരുത്തരും വരും, എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പാക്കും, പിന്നീട് അതേപടി പോകും. ആലോചിക്കണം, അവിടുത്തെ ഗുജറാത്തിലെ ഈ 6 ലൈൻ റോഡ് അടക്കമുള്ള ഹൈവേക്ക് ആവശ്യമുള്ള മുഴുവൻ നികത്താനുള്ള മണ്ണും ഈ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിന്ന് പോയി. എത്രയോ 138 മെട്രിക് ടണ്ണാണ് ഈ കോവിഡ് സമയത്ത് മാത്രം അവിടുന്ന് കൊടുത്തത്. ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുമ്പോഴേ എപ്പോഴും മനസ്സിൽ വരുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ആകട്ടെ, അല്ലെങ്കിൽ മന്ത്രി ആവട്ടെ, തലസ്ഥാനത്തൊരു മന്ത്രി ഉണ്ടാവും, അല്ലെങ്കിൽ MLA ഉണ്ട്, ഇവരൊക്കെ ഈ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വലിയ ഷൂ ഒക്കെ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഗാന്ധി ജയന്തി ദിനം പോയി ക്ലീൻ ചെയ്യുന്ന ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ക്ലീൻ ചെയ്ത സ്ഥലം പോലും 1 മാസം കഴിയുമ്പോഴേക്കും ഇത് സത്യമായിട്ടും ഇതിനകത്ത് ഫോളോ അപ്പ് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ പറയുന്നത് മാലിന്യ സംസ്കരണത്തിന്റെ ചുമതല ഒരു സമർത്ഥനായ ഒരു IAS ഉദ്യോഗസ്ഥന് കൊടുക്കണം, അല്ലെ ഉദ്യോഗസ്ഥയ്ക്ക് കൊടുക്കുക. 3 വർഷത്തേക്ക് അവരെ മാറ്റരുത്. 2ാമത്തെ വർഷം ആകുമ്പോൾ വേറൊരാളെ കണ്ടിന്യൂഷൻ കൊണ്ടുവരണം അടുത്ത 3 വർഷത്തേക്ക്.
ഈ വിദേശ സഹകരണ വകുപ്പ് ഉണ്ടാക്കിയതിന് പകരം അതെ, ഒരു സെക്രട്ടറിയാണ് പോസ്റ്റ് വിദേശകാര്യ സെക്രട്ടറി ഉണ്ടാക്കിയതിന് പകരം ഒരു മാലിന്യ സംസ്കരണ സെക്രട്ടറി ഉണ്ടാക്കണമായിരുന്നു. അത് നല്ല ഓഫീസേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ. ഇപ്പൊ പ്രശാന്ത് ആയാലും പിന്നെ കാർത്തികേയൻ മുഖ്യമന്ത്രിയുടെ OSD, അല്ലെങ്കിൽ ഇപ്പൊ ഈ വിദേശകാര്യ സെക്രട്ടറിയൊക്കെ വാസുകി മാലിന്യ ശുചിത്വ മിഷനിൽ ഉണ്ടായിരുന്നതാണ്. അവർ നന്നായിട്ട് ഫലപ്രദമായി ചെയ്ത ഉദ്യോഗസ്ഥയാണ്. അനുപമയുണ്ട്. ഇവരൊക്കെ വളരെ ബോൾഡാണ്. ഇവരാരും രാഷ്ട്രീയക്കാർ പറഞ്ഞാൽ കേൾക്കില്ല. ഈ ഗുജറാത്തിലേക്ക് സംവിധാനം ഇത്രയും കൂടുതൽ നന്നാകാനുള്ള കാരണം എന്താ? അവിടെ ഭരണത്തിന്റെ ഇടപെടല് ഈ നേതാക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഇല്ല. മനസ്സിലായി, പോയിന്റ് ക്ലിയർ ആണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ താങ്കൾ നേരത്തെ BJP-യോട് പറഞ്ഞിട്ട് BJP-യുടെ ഒരു സംഘത്തിന്റെ സാധ്യത താങ്കൾ പറഞ്ഞത് പ്രായോഗികമായി നടക്കില്ല എങ്കിൽ പോലും താങ്കളുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം കൊണ്ട് താങ്കൾ അത് പറഞ്ഞു. പക്ഷേ ഞാൻ ഒരു മറുവശം ടെക്നിക്കലി പോസിബിൾ ആകാൻ സാധ്യതയുള്ള ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ, ഇപ്പോൾ അവിടുത്തെ മുഖ്യ പ്രതിപക്ഷം BJP ആണ്. ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്തെ മുഖ്യ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസിന്റെ അവസ്ഥ ലേശം മോശം അവസ്ഥയിലാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഒരു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വേണമെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ BJP-ക്ക് സ്വന്തമാക്കിയാൽ അത്ഭുതപ്പെടേണ്ടതും അങ്ങനെയൊന്നും ഇല്ല. BJP-ക്ക് പിടിക്കാം. there is a chance. അതെ, ഒരു പക്ഷേ സപ്പോസ് ഹൈപ്പോത്തറ്റിക്കലാണ്, എന്നാലും ചോദിക്കുകയാണ്, സപ്പോസ് ഇൻ കേസ് ട്രിവാൻഡ്രം കോർപ്പറേഷൻ BJP ഭരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അവർക്ക് മാത്രമായിട്ട് ഫലപ്രദമായ ഒരു ഗുജറാത്ത് മോഡൽ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും? പറ്റും, ഉറപ്പായിട്ടും പറ്റും. പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ വേണം. അതാ ചോദിച്ചേ, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. കോർപ്പറേഷൻ നടപ്പാക്കാൻ പറ്റും. കോർപ്പറേഷന് ഒരു മാലിന്യ സംസ്കരണം അവരുടെ വകുപ്പാണ്, അവരുടെ പണി അതാണ്. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റും. എഫിഷ്യന്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ പോസ്റ്റ് ചെയ്ത് അവർക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്യുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയ ഇടപെടലും മറ്റു കളികളും വരരുത്. ഇത് നഗരത്തിന്റെയും കേരളത്തിന്റെയും പൊതു പ്രശ്നമാണെന്ന് പറഞ്ഞ് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അതിനോടൊപ്പം സഹകരിക്കണം. ഇപ്പൊ ഈ കാഴ്ചപ്പാട് എനിക്ക് എല്ലാ കാര്യത്തിലും ഉണ്ട്. BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും വെറും ഹീനമായ രാഷ്ട്രീയത്തിന് പകരം സംസ്ഥാനത്തിന്റെ പൊതു കാര്യങ്ങളിൽ ഒന്നിച്ചു പോകണം, ഒരു ധാരണ ഉണ്ടാവണം. അപ്പൊ ഇത് പല കാര്യങ്ങളിലും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ആ നേരത്തെ ഉണ്ടായ സമയത്തൊക്കെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞു മാറ്റിവെക്കാം. ഇപ്പൊ ഏതായാലും ഒരു എന്തിന്റെ അടിസ്ഥാനത്തിലായാലും ഹൈക്കോടതിയുടെ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിലോ എന്തോ വാട്ട് എവർ ഇറ്റ് മേ ബി ഒരു സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നു. ദാറ്റ് മീൻസ് എല്ലാവരെയും കേൾക്കാൻ സർക്കാർ തയ്യാറായിരിക്കും. അത് പോസിറ്റീവായി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ സ്വീകരിക്കണം. നല്ല കാര്യം ചെയ്താലും സ്വീകരിക്കണം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ലത് സംഭവിക്കും എന്ന് താങ്കൾക്ക് പ്രത്യാശിക്കാൻ സാധിക്കും? അല്ല, ഞാൻ പറയുന്നത് അന്ന് ചീഫ് സെക്രട്ടറി VP ജോയ് കൊടുത്ത റിപ്പോർട്ടുണ്ട്. ഈ CM ഡാഷ്ബോർഡ് ഇവിടെ നടപ്പാക്കണം. തിരുവനന്തപുരം മുഴുവൻ AI ക്യാമറയുടെ ഇതിൽ കൊണ്ടുവരണം. അത് ഈ ഉഡായിപ്പ് ക്യാമറയ്ക്ക് പകരം നല്ല ക്യാമറ വെച്ച് ഈ മാലിന്യം വലിച്ചെറിയുന്ന പരിപാടി നിർത്തി ഇത് കുടുംബശ്രീയാണ് ഇപ്പൊ ഏൽപ്പിച്ചിരിക്കുന്നത്. കുടുംബശ്രീ. പക്ഷെ അവർക്ക് നന്നായിട്ട് ചെയ്യാൻ ഗുജറാത്തില് ഈ അഹമ്മദാബാദ് നഗരം തിരുവനന്തപുരത്തെക്കാട്ടി വലിയ നഗരമാണ്. 1400 വാഹനങ്ങളാണ് അവിടെ ഓടുന്നത്. ഇവിടെ ആവശ്യത്തിനുള്ള വാഹനങ്ങൾ പ്രൊവൈഡ് ചെയ്ത് ഒരു 2-3 സെന്റേഴ്സിലായിട്ട് ഇത് പ്രോസസ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ. പക്ഷെ എങ്ങനെ ഈ ആമയിഴഞ്ചാൻ തോടും ഇതൊക്കെ ഇത്രയും കൂടുതൽ മാലിന്യം നിറഞ്ഞ് ഈ ജോയി മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി? ഈ ഓപ്പറേഷൻ അനന്ത എന്ന് പറയുന്ന സമ്പ്രദായം വീണ്ടും കൊണ്ടുവരണം. ജിജി തോംസണെയും അല്ലെങ്കിൽ ആ ടൈപ്പുള്ള ആൾക്കാരെ കൊണ്ടുവന്നത് വീണ്ടും നടപ്പാക്കി ഈ കയ്യേറ്റം മുഴുവൻ ഒഴിപ്പിക്കണം. നഗരം വെടിപ്പാക്കണം. ഇതിപ്പോ പാർട്ടി ഓഫീസുകൾ അന്ന് എല്ലാ പാർട്ടിയുടെ ഓഫീസുകൾ പൊളിച്ചിട്ടുണ്ട്. ഈ തോടിന്റെ മുകളിൽ ഇത് സ്ലാബ് ഇട്ടിട്ട് ഓഫീസ് വെക്കുന്ന സമ്പ്രദായം എന്തിനാണ്? ഈ മലയാളികൾക്ക് ഇത്ര ആക്രയം എന്തിനാ? നമ്മൾ ഈ വല്ലവരുടെയും സ്വത്തിനും വല്ലവരുടെയും ഇതിനു വേണ്ടിയുള്ള ഈ ആഗ്രഹമല്ലേ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ കാരണം. അത് മാറ്റിയിട്ട് നമ്മുടെ ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ? പൗരബോധം മനുഷ്യനുണ്ടാവേണ്ടതാണ്. അത് ഉണ്ടാവേണ്ടതാണ്. മറ്റുള്ളവരെ ഒരു സഹാനുഭൂതിയോടെയും കാരുണ്യത്തോടെയും കാണാനും, ഞാൻ വലിച്ചെറിയുന്ന മാലിന്യം മറ്റുള്ളവർക്കും ഭാവിയിൽ വേറെ ആരെങ്കിലും വലിച്ചെറിയുന്നത് എനിക്കും അപകടമാണെന്നുള്ളൊരു പൊതുബോധം ഉണ്ടാവണ്ടേ? അതിൽ സർക്കാരിനൊന്നും ചെയ്യാനുള്ള ഓരോ വ്യക്തികളും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. ഏതായാലും ജോയ് ഒരു നിമിത്തമാണെന്ന് കരുതാം. ഇനിയെങ്കിലും ജോയ് പിന്നൊന്നും ചെയ്തില്ല. ശരിയാണ്. പക്ഷെ ഇനി എന്തായാലും ഇത് ഒരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പം സർവകക്ഷി യോഗം വന്നിരിക്കുന്നു. അതിൽ പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ, നോക്കാം. നന്ദി.